പോളിംഗ് ബൂത്തിലേക്ക് കേരളം കടക്കാൻ ഇനി 4 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പ്രചാരണം ഏറ്റവും അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രനൊപ്പമാണ്. വലിയ പ്രചാരണം, അതായത് എല്ലാ പ്രചാരണ കേന്ദ്രങ്ങളിലും സ്വീകരണ കേന്ദ്രങ്ങളിലും വലിയ സ്വീകരണം തന്നെയാണ് സ്ഥാനാർത്ഥി ഏറ്റുവാങ്ങുന്നത്. കോഴിക്കോട്ടുകാർക്ക് ഏറ്റവും പരിചിതനായ ഒരു വ്യക്തി എന്നതുകൂടിയാണ് തോട്ടത്തിൽ രവീന്ദ്രനെ എടുത്തു പറയേണ്ടത്. നമ്മൾ പ്രചാരണം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എങ്ങനെയുണ്ട് പ്രതീക്ഷ? 100% പ്രതീക്ഷയുള്ള മണ്ഡലമല്ലേ, ഒരു സംശയമില്ലല്ലോ. ഈ വോട്ടർമാർക്കിടയിലേക്കൊക്കെ പോകുമ്പോൾ രവീന്ദ്രേട്ടനെ സംബന്ധിച്ച് ഇവിടുത്തെ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒന്നും തന്നെ ആവശ്യമില്ല. എന്താണ് വോട്ടർമാരൊക്കെ പറയുന്നത്? നല്ല സ്വീകാര്യത, അവർക്കറിയാലോ, ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എന്നെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ടുള്ള ഒരാളല്ലേ, അതുകൊണ്ട് ഒരു പ്രയാസമില്ല. ഈ മണ്ഡലത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനം അത് തന്നെയാണോ മുൻപോട്ട് വയ്ക്കുന്നത്? തീർച്ചയായിട്ടും. സംശയം എന്താ, ഒരു മണ്ഡലത്തിലും ഒരുപക്ഷെ അത്രയും വികസനം നടന്നിട്ടുണ്ടാവില്ല. അത്രയും വികസനം നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണത്. നിരവധി 3700 കോടി രൂപയിലും മേലെ ചെലവഴിക്കാൻ സാധിച്ചിട്ടുള്ള വലിയ മണ്ഡലമാണത്. തീർച്ചയായിട്ടും ആ അംഗീകാരം തന്നെയാണ്. നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്നുള്ളത് അവർക്ക്, നാട്ടുകാർക്ക് അറിയാം. ഈ LDF സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത് വീണ്ടും ഈ സർക്കാർ തുടരണം എന്നൊരു കാര്യം കൂടിയാണ്. ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന നേട്ടങ്ങൾ, അത് ഈ ആളുകൾക്കിടയിലേക്ക് പോകുമ്പോൾ ഈ സർക്കാർ വീണ്ടും തുടരണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നമുക്ക് മുഖത്തേക്ക് നോക്കിയാൽ അറിയാതെ എന്താണ് അതിനെ ഞങ്ങൾ പറയുന്നത്. വികസനത്തിനൊരു വോട്ട് തന്നെയാണ്. നമ്മുടെ സംസ്ഥാനം എവിടെ എത്തി നിൽക്കുന്നു ഇപ്പോൾ, അത് തുടരേണ്ടതില്ലേ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചോദ്യം. തുടരണം എന്നാണ് ആളുകളുടെ ആഗ്രഹം. അത് തന്നെയാണ്, നിശ്ചയമായിട്ടും വരും, ഒരു സംശയമില്ല. 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രചാരണം, ഏത് രീതിയിലാണ്? 2 ദിവസം കൂടി ഇത് തന്നെയുണ്ട്. എല്ലാ മുക്കിലും മൂലയിലും പോകുക എന്നുള്ള, കാരണം എല്ലാ വീടുകളിലും സന്ദർശിക്കാൻ കഴിയില്ല, നമുക്ക് സമയമില്ല. അപ്പോൾ അതിൽ ഇതേ പോകാൻ വഴിയുള്ളൂ. 2 ദിവസം കൂടെ ഇതേമാതിരി എല്ലാ സ്ഥലങ്ങളിലും പോയി വോട്ടർമാരെ നേരിൽ കാണാൻ കഴിയാവുന്ന വോട്ടർമാരെ പരമാവധി കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്തും, അങ്ങനെയാണോ ഇത്തവണ? വരേണ്ടതാണ്, എന്തുകൊണ്ടും. എല്ലാ ആശംസകളും. ഏതായാലും രവീന്ദ്രേട്ടൻ തന്നെ പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ തന്നെ ഇത്തവണ ഭൂരിപക്ഷം ഉയർത്തുമെന്നതാണ്. ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെയുണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട് ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ? രവീന്ദ്രേട്ടൻ ജയിക്കില്ലേ? ഓ, ജയിക്കൂ. സർക്കാർ തുടർന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹം തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? അതാണ്, ഇവരാണ് നമ്മളെ ആൾക്കാർ, അതുകൊണ്ടാണ്. അതെ. ചേച്ചി, എന്താണ് ഈ മണ്ഡലത്തിന്റെ വികസനം? ഓ, നല്ല വികസനമുള്ള. ഓ, എന്തായാലും ജയിക്കും. ഏതായാലും ഇവിടെയുള്ള വോട്ടർമാരും പറയുന്നത് ആ രീതിയിൽ തന്നെയാണ്. LDF സർക്കാർ തുടരണം എന്നതാണ് ആഗ്രഹിക്കുന്നത്. അതിനൊപ്പം വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഈ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്ന് തോട്ടത്തിൽ രവീന്ദ്രൻ വിജയിച്ച് നിയമസഭയിൽ എത്തും എന്ന പ്രതീക്ഷ കൂടി ആളുകൾ പങ്കുവയ്ക്കുന്നു.